ഇന്ത്യയുടെ ഒരു വൈമാനികനെ പിടിച്ചുകൊണ്ടു പോകുന്നു, അതും ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹത്തെ കണ്ണുകെട്ടി വിചാരണ നടത്തുന്ന ദൃശ്യങ്ങൾ വരുന്നു. സാധാരണ അവരുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങനെ തിരിച്ചു കിട്ടുന്നതല്ല. പക്ഷേ മോദി സർക്കാർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കയറി അടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ഘട്ടത്തിൽ പാകിസ്ഥാന് ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം നേരിടാനുള്ള അവസ്ഥ പാകിസ്ഥാനില്ല. മാത്രമല്ല സാമ്പത്തിക ശേഷിയും പാകിസ്ഥാനില്ല. ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ഇമ്രാൻഖാൻ പറഞ്ഞു, സമാധാനം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ പിടിച്ച അഭിനന്ദ് വർത്തമാൻ എന്ന് പറയുന്ന വിംഗ് കമാൻഡറെ ഞങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പാർലമെൻറ്റിൽ പറയുകയും പിന്നീട് അതിർത്തി വഴി നമുക്ക് അഭിനന്ദ് വർത്തമാനെ തിരിച്ചു കയറ്റുകയും ചെയ്തു. ചേട്ടാ, 2019 ഫെബ്രുവരി 14 ഭാരതത്തിൽ പുൽവാമയിൽ ഒരു ഭീകരാക്രമണം നടന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇന്ത്യൻ സേനയിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഒരു ആക്രമണം നടത്തി. അതിൽ സേനയ്ക്ക് ആളപായമുണ്ടായി. അതിന് മറുപടി കൊടുക്കാൻ ഏകദേശം 12 ദിവസങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി വന്നത്. 2019 ഫെബ്രുവരി 26 ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൻ്റെ നിയന്ത്രണ രേഖ കടന്നു നടത്തിയ വ്യോമാക്രമണത്തിൽ വലിയ ആൾനാശമുണ്ടായി. ഏകദേശം 350ഓളം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് അവകാശപ്പെട്ടത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബലാക്കോട്ടിലെ ഇന്ത്യൻ തിരിച്ചടിയാണ്. ഓപ്പറേഷൻ ബന്ദർ എന്നാണ് ഇന്ത്യ അതിന് പേരിട്ടത്. ബന്ദർ എന്നാൽ അതിൻ്റെ അർത്ഥം വാനരൻ എന്നാണ്. ഈ രാമായണത്തിലെ ഒരു കഥയുണ്ടല്ലോ, ഹനുമാൻ ലങ്കയിലേക്ക് പോവുകയും ലങ്കാദഹനം നടത്തുകയും ചെയ്ത കഥ. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ ബന്ദർ എന്ന് നമ്മൾ ആ ഓപ്പറേഷന് പേരിട്ടത്. ഇതിൻ്റെ അടിസ്ഥാന അഭിഷേക് പറഞ്ഞ പോലെ തന്നെ പുൽവാമയിലെ ഭീകരരുടെ കടന്നാക്രമണം നമ്മുടെ CRPFൻ്റെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ 2500ഓളം വരുന്ന സൈനികർ സഞ്ചരിച്ച 78 വാഹനങ്ങൾ ഉൾപ്പെടുന്ന വാഹന വ്യൂഹത്തിലേക്ക് ബോംബ് നിറച്ച കാറ് ചാവേർ ആക്രമണമായിരുന്നു. അതിൽ ഒരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റുകയും നമ്മുടെ വലിയ ആൾനാശം CRPFന് സംഭവിക്കുകയും ചെയ്തു. CRPFൻ്റെ ഒട്ടേറെ ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചു. അതുപോലെ തന്നെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഇന്ത്യക്ക് ഇനി ആവില്ല എന്നുള്ളത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ തീരുമാനിച്ചതാണ്. പ്രത്യേകിച്ചും ബുർഹാൻ വാനിയെ നമ്മൾ തീർത്തു. 2016 നമ്മൾ ബുർഹാൻ വാനിയെ തീർക്കുന്നത്. ബുർഹാൻ വാനി എന്ന് പറയുന്നത് കശ്മീരിനെ എത്രയും വേഗം വിഘടിപ്പിക്കണമെന്നതും ഭിന്നിപ്പിച്ച് അതിനെ പാകിസ്ഥാനോട് ചേർക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിയ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറാണ് ഈ ബുർഹാൻ വാനി. ഒരു യുവാവാണ്, ചെറുപ്പക്കാരനാണ്. ഏകദേശം 28 വയസ്സോളം പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനവൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ അവൻ ഈ തീവ്രവാദ രംഗത്ത് വളരെ സജീവമാണ്. അവൻ ഇന്ത്യൻ സൈന്യത്തിനെതിരെ അവിടെ കശ്മീരിൽ ആളെ കൂട്ടുന്നതിനും ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ഇന്ത്യൻ സൈന്യത്തിന് നേരെ കല്ലെറിയുന്നതിലും വളരെ പ്രഗത്ഭരാണ് ഈ ബുർഹാൻ വാനി. അവനെ എടുക്കുക എന്നുള്ളത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അത് ഈ UPA സർക്കാർ ഇരുന്ന കാലത്തൊന്നും ഇവനെ തൊടാൻ നമുക്ക് സാധിച്ചില്ല, നമ്മളിവനെ എടുക്കാൻ സാധിച്ചില്ല. ഇവൻ ഈ കാശ്മീരിൻ്റെ തെരുവോരങ്ങളിലെല്ലാം തന്നെ ഈ ബുർഹാൻ വാനിയുടെ സ്വാധീനം തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സൈന്യത്തോട് പലതവണ നമ്മുടെ സൈന്യത്തിൻ്റെ മുന്നിൽ ഇവനെ കിട്ടിയിട്ടും ഇവന് നേരെ ഫയറിംഗ് വേണ്ട എന്ന് തീരുമാനിക്കാൻ UPA സർക്കാർ തീരുമാനിക്കാനുള്ള കാരണം കശ്മീരിൽ ഇവനെതിരെ ഒരു ഫയറിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവനെ തീർത്തു കഴിഞ്ഞാൽ കശ്മീർ താഴ്വര ഇളകും, താഴ്വര സൈന്യത്തിനെതിരാവും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ അവിടെ വ്യാപകമായി ഉണ്ടാകും. പക്ഷേ NDA സർക്കാർ വന്ന ശേഷം ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ച പ്രധാനപ്പെട്ട നിർദ്ദേശം, ആഭ്യന്തര വകുപ്പ് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശ സൈന്യത്തിന് യവനെ എത്രയും വേഗം എടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി 2 കൊല്ലം ഇന്ത്യ 2014 മുതൽ 2016 വരെ 2 കൊല്ലം ഇവന് വേണ്ടി സൈന്യം വളഞ്ഞിട്ട് തിരഞ്ഞു. അങ്ങനെയാണ് ഒടുവിൽ ഇവനെ ഒരു 2016 ജൂലൈ 8 2016 അവനെ ഒരു ബങ്കറിലിട്ട് ഒരു കുഴിയിലിട്ട് വെടിവെച്ച് കൊല്ലുന്നത്. അവൻ എപ്പോഴും ആളുകളുടെ ഒരു ആൾക്കൂട്ടം തീർക്കുമായിരുന്നു. ആൾക്കൂട്ടം തീർത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. ആൾക്കൂട്ടത്തെ ആക്രമിച്ചാൽ ആളപായം ഉണ്ടാകും, സിവിലിയൻസിനെ. അതെ, ഇവനത് ഒരു മനുഷ്യ കവചം തീർത്തുകൊണ്ടാണ് എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവനെ 2016 സൈന്യം എടുത്ത ശേഷം അവിടെ വ്യാപകമായിട്ടുള്ള കലാപം
അരങ്ങേറി, വ്യാപകമായിട്ടുള്ള കലാപം അരങ്ങേറുന്നു. 2018 മാത്രം അവിടെ സിവിലിയൻസ്, തീവ്രവാദികൾ, നമ്മുടെ സൈന്യം എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 512 പേരാണ് അവിടെ 2018 മാത്രം മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2019 14-ാം തീയതിയിലെ ഫെബ്രുവരി 14 പുൽവാമ ആക്രമണം നമുക്കങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. നമുക്ക് നന്നായിട്ട് അറിയാം ബുർഹാൻ വാനിയെ അടിച്ചതിനുള്ള തിരിച്ചടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. ഏത് വിധേനയും തിരിച്ചടിച്ചേ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ അക്രമങ്ങൾ നടക്കുന്നു, ഈ കൊലപാതകങ്ങൾ നടക്കുന്നു. താഴ്വര അശാന്തമാണ്. അടിച്ചൊതുക്കിയേ പറ്റൂ എന്നുള്ളത് ഇന്ത്യയുടെ തീരുമാനമായിരുന്നു. അങ്ങനെ തിരിച്ചടിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി, സൈന്യത്തിനോട് ആവശ്യപ്പെട്ടു തിരിച്ചടിക്കാൻ. അങ്ങനെയാണ് ഓപ്പറേഷൻ ബന്ദർ, മൻഷേര ജില്ലയിലെ ബാലാക്കോട്ട്, അതാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടുപിടിച്ച ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളങ്ങൾ. അവിടെ ആയുധ പരിശീലനം നടക്കുന്ന സ്ഥലമാണ്. അതെ, മുഹമ്മദ് യൂസഫ് അസർ എന്ന് പറയുന്നത് മൗലാന മസൂദ് അസറിൻ്റെ സഹോദരൻ. മൗലാന മസൂദ് എന്ന് പറയുന്നത് നമ്മൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഈ മുഹമ്മദ് യൂസഫ്. അവനിവിടെ താഴ്വരയിൽ അവിടെ ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രം നടത്തുന്നുണ്ട്. ഇത് നമ്മളിത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് 2011 അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസും കണ്ടെത്തി താഴ്വരയിൽ ഈ ബാലാക്കോട്ടിൽ മലനിരകളിൽ ഇവനൊരു ഇങ്ങനെ റിസോർട്ട് മാതൃകയിൽ ഒരു തീവ്രവാദ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ വിവിധ വ്യോമ കേന്ദ്രങ്ങളിൽ നിന്നും മിറാഷിൻ്റെ വിമാനങ്ങൾ അതെ രാവിലെ പുലർച്ചെ അവിടെ നിന്നും രാത്രിയുടെ മറവിൽ അടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് നമ്മൾ അതിർത്തി കടക്കുന്നത്. 71 യുദ്ധത്തിന് ശേഷം നമ്മൾ ഒരിക്കൽ പോലും ഒരു വ്യോമാക്രമണം പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നൊരു വ്യോമാക്രമണം ഇന്ത്യ നടത്തിയിട്ടില്ല. പക്ഷേ നടത്തേണ്ട ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ പോകുന്നു. 5 ഇസ്രായേൽ നിർമ്മിത സ്പൈസ് ബോംബുകൾ അത് ഈ കെട്ടിടങ്ങൾക്ക് മുകളിൽ വർഷിച്ചു. ഈ കെട്ടിടങ്ങളിലേക്ക് തുളച്ചു കയറിയ ഈ കെട്ടിടങ്ങൾ തകർത്തു എന്നുള്ളതും അതിനുശേഷം ഈ വിമാനങ്ങൾ വിജയകരമായി തിരിച്ചു വന്നു എന്നുള്ളതുമാണ് ഇന്ത്യയുടെ അവകാശവാദം. നമ്മുടെ പത്രങ്ങൾ എഴുതുന്നത് 250 മുതൽ 350 വരെ ആളുകൾക്ക്, അതായത് ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പത്രങ്ങൾ എഴുതുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കൽ പോലും ഇത് സമ്മതിച്ചിട്ടില്ല. അവർ പറയുന്നത് പൈൻ മരങ്ങൾ തകർന്നു പോയി, പൈൻ മരങ്ങളിലാണ് ബോംബിട്ടത്, കാട്ടിൽ വന്ന് ബോംബിട്ടിട്ട് ഇന്ത്യൻ വിമാനങ്ങൾ മടങ്ങിപ്പോയി. 3 മിനിറ്റ് മാത്രമേ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിൽ തുടരാൻ സാധിച്ചുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ വിമാനങ്ങളെ പാകിസ്ഥാൻ തുരത്തി എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഇപ്പോൾ ഇമ്രാൻഖാൻ ആ സമയത്ത് തന്നെ ഒരു സൈനിക മേധാവികളുടെ മീറ്റിംഗ് വിളിക്കുകയും ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള മറുപടി തങ്ങൾ നൽകിയിരിക്കും, ഇക്കാര്യത്തിൽ വ്യോമയാന അതിർത്തി ഇന്ത്യ ലംഘിച്ചു, ഞങ്ങൾ മറുപടി നൽകിയിരിക്കുമെന്ന് പറയുകയും ചെയ്തു. നമ്മൾ പാകിസ്ഥാനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഉത്തരേന്ത്യയിലെ വിവിധ വ്യോമയാന കേന്ദ്രങ്ങളിൽ നിന്ന് മിറാഷ് വിമാനങ്ങൾ പറന്നുയർന്നതിനൊപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും വ്യോമ കേന്ദ്രങ്ങളിൽ നിന്നും സുഖോയുടെ വിമാനങ്ങളും പാകിസ്ഥാനിന് നേരെ പറന്നുയർന്നു. പാകിസ്ഥാൻ കരുതിയത് ഈ വരുന്ന വിമാനങ്ങളാണ് അവർക്ക് നേരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് വിചാരിച്ചത്. ആ വിമാനങ്ങളെ തുരുത്താനായിരുന്നു പാകിസ്ഥാൻ്റെ ശ്രദ്ധ. ആ ശ്രദ്ധ അവിടെ നിർത്തിക്കൊണ്ടാണ് നമ്മളിപ്പുറത്ത് ബാലാക്കോട്ടിൽ കയറി അടിച്ചിട്ട് തിരിച്ചു വന്നത്. നമ്മുടെ ഈ പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉയർന്ന സുഖോയ് വിമാനങ്ങൾ വ്യോമയാന അതിർത്തി ലംഘിച്ചില്ല. വ്യോമയാന അതിർത്തിക്ക് തൊട്ടടുത്തെത്തുകയും അവ തിരിച്ചു വരികയുമാണ് ചെയ്തത്. പാകിസ്ഥാൻ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അവിടെ മാത്രം ശ്രദ്ധിച്ചു, ഇവിടെ അടി വാങ്ങുകയും ചെയ്തു. പിന്നെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയായിരുന്നു ഈ കാര്യത്തിൽ പാകിസ്ഥാൻ വെറുതെ ഇരിക്കില്ല. പാകിസ്ഥാൻ എന്തായാലും ഒരു തിരിച്ചടിക്ക് തയ്യാറാകും. ഈ ബാലക്കോട്ട് ആക്രമണത്തിൽ പറയുന്നത്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള പറയുന്നത് 90 പേരുടെ ഡെത്താണ്. റോയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 90 പേർ അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്ത്, റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തത് അവിടെ കെട്ടിടങ്ങൾക്കോ നാശനഷ്ടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അതേസമയം ഇന്ത്യ അവിടെ ആ സമയത്ത് തന്നെ ഇന്ത്യ മറുപടി നൽകി. കെട്ടിടങ്ങൾ തുളഞ്ഞു കയറിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് കടത്തിവിടാൻ
പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല എന്ന് ഇന്ത്യ വിവരിക്കുകയും ചെയ്തു. ഇവിടെ പാകിസ്ഥാന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, തീവ്രവാദികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ജെയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പാകിസ്ഥാന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തീവ്രവാദികളെ മുഴുവൻ സംരക്ഷിക്കുന്ന അവരാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാകും. ഈ ബാലാക്കോട്ടിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ അബോട്ടാബാദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അബോട്ടാബാദിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ബാലാക്കോട്ട്. അബോട്ടാബാദ് എന്ന് പറയുന്നത് അൽ ഖ്വയ്ദ തലവൻ ബിൻ ലാദൻ ഒളിച്ചിരുന്ന സ്ഥലമാണ് അബോട്ടാബാദ്. നമ്മൾ ഇവിടെ കയറി അടിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയും കൊലപാതകങ്ങൾ നമ്മൾ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികളെ മുഴുവൻ സംരക്ഷിക്കുകയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമായി പോകും. രണ്ടാമത് നമ്മൾ അവിടെ അടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവരുടെ സൈന്യം തന്നെ ഒരു പരാജയമാണെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും. ഏതായാലും അവർ പണ്ടും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാർഗിൽ യുദ്ധത്തിലും നമുക്ക് നേരെ കയറ്റി വിട്ട് അവരുടെ സൈനികരെ മുഴുവൻ അവർ തീവ്രവാദികളായിട്ട് ചാപ്പ് കുത്തുകയായിരുന്നു. തീവ്രവാദികളാണ് കടന്നുപോയത്, നമ്മുടെ സൈനികരല്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ID കാർഡും അതുപോലെ തന്നെ യൂണിഫോമും അടക്കമുള്ള പാകിസ്ഥാൻ പട്ടാളക്കാരെ മുഴുവൻ അവർ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചവരാണ്. അവർക്ക് ഒരു വലിയ കുഴിയെടുത്ത് ഇവരെ മൊത്തം കുഴിച്ചു മൂടാൻ നിമിഷ നേരം മതി. ഈ തീവ്രവാദികളെ മുഴുവൻ കുഴിച്ചു മൂടുന്നതിന് അവർക്ക് നിമിഷ നേരം മതി. അവരതാണ് ചെയ്തിരിക്കുന്നത്. അതും 2 ദിവസം കഴിഞ്ഞിട്ടാണ് വിദേശ മാധ്യമങ്ങളെ അവിടെ കയറാൻ പോലും പാകിസ്ഥാൻ അനുവദിച്ചത്. ഫെബ്രുവരി 26-ന് അത് കഴിഞ്ഞു. ഫെബ്രുവരി 27-ന് ഇന്ത്യയുടെ രജൗരിയിൽ പാകിസ്ഥാൻ കയറി. പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ F-16 വിമാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച് അകത്ത് കയറി ബോംബ് വർഷിച്ചു. നമ്മുടെ സൈന്യത്തിൻ്റെ ആയുധ ശേഖര താവളങ്ങളായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ നമ്മളുടെ മിറാഷ്, സുഖോയ്, മിഗ് 21 വിമാനങ്ങൾ അവയെ തുരത്തി ഈ F-16 തുരത്തി അവരെ മടക്കി അയച്ചു. നമ്മുടെ ശക്തമായിട്ടുള്ള തിരിച്ചടിയായിരുന്നു നമ്മൾ അവിടെ കൊടുത്തത്. നമ്മൾ അവകാശപ്പെട്ടത് F-16 വിമാനം ഒരെണ്ണം തകർന്നു വീണിട്ടുണ്ട്, നമ്മൾ അവകാശപ്പെട്ടു. MiG-21 2 വിമാനങ്ങൾ തകർന്നിട്ടുണ്ടെന്ന് അവരവകാശപ്പെട്ടു. MiG-21 തകർന്നു വീണ പാക് അധീന കാശ്മീരിൽ വീണ MiG-21 വിമാനത്തിലെ 2 കമാൻഡർമാർ അവരുടെ കയ്യിലുണ്ടെന്നും അവർ ആദ്യം അവകാശപ്പെട്ടു. രണ്ടാമത് അവരത് തിരുത്തി. രണ്ടാമത്തെ വട്ടം അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യ ആദ്യം പറഞ്ഞു അവർക്ക് ആളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ പിന്നീട് കൺഫേം ചെയ്തു ഇന്ത്യയുടെ MiG-21 ഒരെണ്ണം പാക് അധീന കാശ്മീരിൽ തകർന്നു വീണിട്ടുണ്ട്, അതിലുണ്ടായിരുന്ന കമാൻഡർ പാകിസ്ഥാൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലുണ്ടായിരുന്ന വിങ് കമാൻഡറാണ് അഭിനന്ദ് വർത്തമാൻ. അദ്ദേഹം വീഴുന്നത് പാക് അധീന കാശ്മീരിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമപ്രദേശത്താണ് ഈ വിമാനം തകർന്നു വീഴുകയും അദ്ദേഹം പാരച്യൂട്ടിൽ പറന്നിറങ്ങുകയുമായിരുന്നു. ഇന്ത്യൻ പതാക പതിച്ച പാരച്യൂട്ടിലാണ് അഭിനന്ദ് ഇറങ്ങുന്നത്. അപ്പോൾ അഭിനന്ദ് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഗ്രാമവാസികൾക്ക് മനസ്സിലായി ഇത് ഇന്ത്യയുടെ വൈമാനികനാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഇറങ്ങിയ അഭിനന്ദിന് മനസ്സിലായില്ല ഇറങ്ങിയത് പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ എന്ന് സംശയിച്ചു. അദ്ദേഹം ആൾക്കൂട്ടത്തോട് ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി ഇത് ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ ഭാരത് മാതാ കി ജയ് വിളിച്ചു. അതോടുകൂടി ആൾക്കൂട്ടം ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന ആൾക്കൂട്ടത്തിന് നേരെ ഇദ്ദേഹം തോക്ക് ചൂണ്ടുകയും ആകാശത്തേക്ക് ഫയർ ചെയ്യുകയും ചെയ്തു. 4 തവണ ആകാശത്തേക്ക് അദ്ദേഹം ഫയർ ചെയ്തു. അപ്പോഴത്തേക്ക് കല്ലെറിഞ്ഞ് വീഴ്ത്തി അദ്ദേഹത്തെ വളരെ ക്രൂരമായി അവിടെ വെച്ച് അവർ മർദ്ദിച്ച് അവശനാക്കിയ അദ്ദേഹത്തെ കെട്ടിയിടുകയും തുടർന്ന് അവരുടെ സൈന്യത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. MI-17 ഈ അഭിനന്ദ് വർത്തമാൻ വീഴുന്നതിന് ഏതാണ്ട് 20 മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ശ്രീനഗറിൽ നിന്നും പറന്നുയർന്ന MI-17 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ നമ്മുടെ തന്നെ തെറ്റിദ്ധാരണ മൂലം നമ്മുടെ മിസൈൽ കൊണ്ട് തകർന്നു വീണു. MI-17 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, അതിൽ 6 സൈനികരും ഒരു സിവിലിയനും ഉണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എത്തിയ ഹെലികോപ്റ്ററാണ്, ആക്രമണത്തിനെത്തിയ ഹെലികോപ്റ്ററാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ സൈന്യം തൊടുത്ത മിസൈലാണ് ആ MI-17 കയറിക്കൊള്ളുകയും ആ വിമാനം തകർന്നു വീഴുകയും ആ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയും ചെയ്തത്. ഈ അഭിനന്ദ് വർത്തമാനെ അവർ 2 ദിവസം മാത്രമേ അവർ കസ്റ്റഡിയിൽ വയ്ക്കാൻ സാധിച്ചുള്ളൂ. അവരോട് ഇന്ത്യ ആവശ്യപ്പെട്ടു എത്രയും വേഗം
തിരിച്ചു കിട്ടിയേ മതിയാവുകയുള്ളൂ. തങ്ങളുടെ വൈമാനികനെ എത്രയും വേഗം തിരിച്ചു കിട്ടണം. യാതൊരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റില്ല. കടുത്ത നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അതിർത്തിയിൽ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇന്ത്യ അപ്പോഴേക്ക് നടത്തി. അതിർത്തിയിലെ സൈനിക വിന്യാസം ഇന്ത്യ ശക്തമാക്കി. അപ്പോഴേക്കും അമേരിക്കയുടെ നിർദ്ദേശം പാകിസ്ഥാൻ എത്തി. ഇത് കൈവിട്ട കളിയാണ്. ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ മടിക്കില്ല. കാരണം അഭിനന്ദ് വർത്തമാനെ മർദ്ദിച്ച് അവശനാക്കി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മുക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ രക്തം വാർന്നൊഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് ഇന്ത്യയിൽ വല്ലാത്തൊരു വൈകാരികത ഉണ്ടായിരുന്നു. കാരണം സർക്കാരിനും ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഇന്ത്യയുടെ ഒരു വൈമാനികനെ പിടിച്ചുകൊണ്ടു പോകുന്നു, അതും ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹത്തെ കണ്ണുകെട്ടി വിചാരണ നടത്തുന്ന ദൃശ്യങ്ങൾ വരുന്നു. സാധാരണ അവരുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങനെ തിരിച്ചു കിട്ടുന്നതല്ല. പക്ഷേ മോദി സർക്കാർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കയറി അടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ഘട്ടത്തിൽ പാകിസ്ഥാന് ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം നേരിടാനുള്ള അവസ്ഥ പാകിസ്ഥാനില്ല. മാത്രമല്ല സാമ്പത്തിക ശേഷിയും പാകിസ്ഥാനില്ല. ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും. എല്ലാ ലോകരാജ്യങ്ങളും ചൈന മിണ്ടാതിരിക്കുമെന്നല്ലാതെ പാകിസ്ഥാനെ സൈലൻ്റായി സഹായിക്കുമെന്നല്ലാതെ ഒരു പരസ്യമായ ഒരു രംഗത്തേക്ക് ചൈന വരാൻ തയ്യാറാകില്ല. കാരണം അത് ഇന്ത്യയുടെ മാന്യമായിട്ടുള്ള ആവശ്യമാണ്. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെ കൈമാറുക എന്നുള്ളത് യുദ്ധ നിയമമാണ്. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത് യുദ്ധ നിയമമാണ്. മാത്രമല്ല F-16 എന്ന് പറയുന്ന വിമാനം അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് നേരെ കയറി അടിക്കാനല്ല, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനല്ല അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വ്യവസ്ഥ തന്നെ തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ അതിന് തിരിച്ചടി കൊടുക്കണം വേണ്ടി എന്നാണ് വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. F-16 അങ്ങനൊരു വിമാനമാണ് ഇന്ത്യക്കെതിരെ എടുത്ത് അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടം അമേരിക്ക വ്യവസ്ഥ കരാർ ലംഘനമാണത്. കരാർ ലംഘനം അടക്കം പാകിസ്ഥാൻ നടത്തിയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ പാകിസ്ഥാന് പിന്നെ മുന്നോട്ട് പോകാൻ മാർഗമില്ല. അങ്ങനെയാണ് ഫെബ്രുവരി 29 പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ഇമ്രാൻഖാൻ പറഞ്ഞു, സമാധാനം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ പിടിച്ച അഭിനന്ദ് വർത്തമാൻ എന്ന് പറയുന്ന വിങ് കമാൻഡറെ ഞങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പാർലമെൻറ്റിൽ പറയുകയും പിന്നീട് അതിർത്തി വഴി നമുക്ക് അഭിനന്ദ് വർത്തമാനെ തിരിച്ചു കയറ്റുകയും ചെയ്തു. ഈ ബാലാക്കോട്ട് ആക്രമണം അത് ആൾനാശം ഉണ്ടായാലും ഇല്ലെങ്കിലും, ആൾനാശം ഉണ്ടായി എന്നുള്ളത് 100% ഉറപ്പാണ്. 90 പേർ മരിച്ചു എന്ന് റോയുടെ കണക്ക് ഒരു കാരണവശാലും തെറ്റാൻ വഴിയില്ല. റോയുടെ കണക്കാണ്, അവർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന കണക്കാണ്. അതിനകത്ത് അവർ കൃത്യമായി പറയുന്നുണ്ട് 3 സൈനികർ, പാകിസ്ഥാൻ്റെ 3 സൈനികർ അടക്കം 90 പേർ കൊല്ലപ്പെട്ടു എന്ന് വളരെ കൃത്യമായി റോ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു കണക്കാണ്. അപ്പോൾ അത് 90 പേർ മരിച്ചു. പക്ഷേ ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം അതിനുശേഷം ഇങ്ങോട്ട് അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ബാലക്കോട്ട് ആക്രമണത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദുകാരെല്ലാം തീർന്നു. ജെയ്ഷെ മുഹമ്മദ് അവിടെ നിന്നും പൊളിച്ചുകൊണ്ടുപോയി. അതായത് ഇപ്പോൾ ബാലക്കോട്ട് മേഖലയിൽ ഇപ്പോൾ അവിടെ ഈ പറയുന്ന പരിശീലന കേന്ദ്രങ്ങളൊന്നും തന്നെ ഇല്ല. ഈ മസൂദ് അസറിൻ്റെ പരിശീലന കേന്ദ്രം അന്നേ അവിടെ നിർത്തി, അന്ന് അവിടെ അവസാനിപ്പിച്ചതാണ്. പിന്നീട് ഇന്ന് വരെ അത് തുറന്നിട്ടില്ല. ഈ പറയുന്ന റിസോർട്ട് പിന്നീട് ഇന്ന് വരെ തുറന്നിട്ടില്ലെന്നാണ് റോയുടെ കണ്ടെത്തൽ. എന്തായാലും ബാലക്കോട്ട് ആക്രമണം ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു തീവ്രവാദത്തോടുള്ള അമേരിക്ക സന്ധിയില്ലാത്തൊരു ഇത് കൂടിയായിരുന്നു. പിന്നെ ഈ തകർന്നു വീണ MiG-21 എന്ന് പറയുന്നത് 1955 മുതൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിമാനമാണ്. അത് 71 പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ള വിമാനമാണ് MiG-21. കാലാകാലത്തിൽ വന്നിട്ടുള്ള സർക്കാരുകൾ ഈ വിമാനത്തെ നവീകരിക്കുന്നതിന് വേണ്ടി ഇത് മാറ്റി പുതിയ വിമാനങ്ങൾ കൊണ്ടുവരുവാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അതിനെ പറക്കുന്ന ശവപ്പെട്ടി എന്ന് നാട്ടുകാർ വിളിക്കുന്നത്. പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് ഈ MiG-21 ഈ വിമർശകർ പല രാജ്യങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ ആയുധശേഖരത്തെ നവീകരിക്കാൻ തയ്യാറായില്ല. ഇന്ന് സ്വന്തമായി ഇന്ത്യ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യ പുതിയ സ്വന്തം നിലയിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം നിലയിൽ അത്യാധുനിക വിമാനങ്ങൾ നിർമ്മിക്കാൻ തക്ക ശേഷി ഭാരതത്തിന് ഇന്നുണ്ട്. അതൊരു വലിയ മുന്നേറ്റമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വലിയ മുന്നേറ്റം ഈ 2014 ശേഷം മോദി സർക്കാരിന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബുർഹാൻ വാനിയുടെ കഥ പറഞ്ഞത്. ബുർഹാൻ വാനി അതിന് മുമ്പ് തന്നെ സൈന്യത്തിന് 2008 മുതൽ അറിയാവുന്നവനാണ് ബുർഹാൻ വാനി. അവനെ കൊല്ലാൻ 8 കൊല്ലം പിന്നെയും എടുത്തു. വേറൊരു സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു അവനെ എടുക്കണം. അതുകൊണ്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് എപ്പോഴും ആവശ്യമാണ്. ആഭ്യന്തരമായി നമ്മുടെ അഖണ്ഡത നമുക്ക് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ അഖണ്ഡതയെ തകർക്കാൻ ആര് വന്നാലും
ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കും. അതാണ് ബാലാക്കോട്ടിൽ നമ്മൾ കണ്ടത്. എന്തായാലും ബലാക്കോട്ടിലെ വ്യോമാക്രമണം ഒരു നിലപാട് കൂടിയായിരുന്നു ഇന്ത്യയുടെ. പഴയ നിലപാടുകളല്ല, മാറുന്ന ഭാരതത്തിന് ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യൻ സൈന്യം സുശക്തമാണ് എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ബലാക്കോട്ടിലെ തിരിച്ചടി.